ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി വരികയാണേ. സ്വന്തം മോളെ കാണുമ്പോ വിഷ്ണുവിന്റെ ഉള്ളില് ഇതിനു മുമ്പ് സത്യയെ കണ്ടിട്ടില്ലാത്തൊരു ഫീലിലാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും സത്യയ്ക്കും അമ്മ എവിടെയായിരുന്നു ഇന്നലെ ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടു എന്നറിയോ? പറഞ്ഞിട്ട് ഇനി അകത്തേക്ക് കാര്യം മതി. ഇത് കേൾക്കുമ്പോ ശാരദാമ്മ അങ്ങനെ ചിരിക്കുക. ശാലിനി മോളെ എന്നിങ്ങനെ വിളിക്കണ്ടേ. വിഷ്ണു ആണെങ്കിൽ മോളെ ഇങ്ങനെ നോക്കി നിൽക്കുക. ആ കണ്ണില് കണ്ണീരിങ്ങനെ പൊടിയുന്നുണ്ട്. അങ്ങനെ സത്യ നേരെ ഇതിപ്പോ ബിഗ് ഫ്രണ്ട് ആണല്ലോ, അതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. നേരെ അമ്മയുടെ അടുത്തേക്ക് ഓടുമ്പോ വിഷ്ണു സത്യയുടെ കൈകള് പിടിക്കും. അപ്പൊ സത്യ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്ക. ഇത് കാണുമ്പോ ഷാലിനി സന്തോഷം കൊണ്ട് കണ്ണെന്നറിയുന്നുണ്ട്. ശാരദാമ്മ ഇങ്ങനെ ഞെട്ടിലോടെ നിക്കണത്. വിഷ്ണു ഇങ്ങനെ മോളടുത്തേക്ക് നോക്കിയിട്ട് അവിടെ മുട്ടുകുത്തിയിരുന്നേ കരഞ്ഞുകൊണ്ട് മോളേന്ന് വിളിച്ച് കവിളിൽ കൈവച്ച് ശേഷം സത്യയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാനേ. ശാരദാമ്മ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്ക ശാലിനിയും കരയുന്നുണ്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ സത്യയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോ സത്യയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അങ്ങനെ വിഷ്ണു കൈ പിടിച്ചിട്ട് പറയും, മോളെ അച്ഛനോട് ക്ഷമിക്കും മോളെ. ഇത് കേൾക്കുമ്പോ സത്യം കിട്ടും. സത്യം മാത്രമല്ല ശാരദാമ്മയും. വിഷ്ണു കൈകൾ പിടിച്ചിട്ട് പറയും, അച്ഛനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിങ്ങനെ തല താഴ്ത്തി നിൽക്കുമ്പോ സത്യക്കും അച്ഛനോ? വിഷ്ണു അച്ഛൻ മോളുടെ ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും കെട്ടിപ്പിടിക്കും. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, എന്റെ ചോര, എന്റെ മോള് ജനിച്ച അന്ന് മുതൽ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ സ്വത്ത്, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ സ്വപ്നം, എന്റെ എല്ലാം കെട്ടിപ്പിടിച്ചിങ്ങനെ ഉമ്മ കൊടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും സത്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. എനിക്ക് എന്റെ മക്കളെ തിരിച്ചു കിട്ടി. ഇനി എന്റെ ലോകം എന്ന് പറയുന്നത് ഇവര് മാത്രം. എന്നിട്ട് ബാ എന്ന് പറഞ്ഞ് വിളിച്ച് വീണ്ടും കെട്ടിപ്പിടിച്ചിങ്ങനെ സന്തോഷം കൊണ്ട് കരയണേ. ശാരദമ്മയ്ക്ക് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. സത്യക്ക് ഇത് എന്താ ബിഗ് ഫ്രണ്ട് കാണിക്കുന്നേ? എന്താ ബിഗ് ഫ്രണ്ട്? എന്ത് പറ്റി? സ്നേഹം. ഈ സത്യമോളോട് ഈ ബിഗ് ഫ്രണ്ടിനുള്ള സ്നേഹം ഇതിന് കൂടെയുള്ളൂ. പറഞ്ഞറിയിക്കാത്ത അത്രയും ഇതിനുള്ളിലുണ്ടായിരുന്നു. അതാ എന്നിങ്ങനെ പറഞ്ഞ് വാക്കുകൾ ഇടറിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് സത്യയെ കെട്ടിപ്പിടിക്കുക. ഈ കാഴ്ച കാണുമ്പോ ശാലിനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വിഷ്ണുവിനാണെങ്കില് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ടും മതിയാവുന്നില്ല. കൈകളിലും കവിളിലും എല്ലാം ഉമ്മ കൊടുക്കുക. ശാരദാമ്മയ്ക്കും എന്താടി ഇത്? ശാലിനി പറയും, വിഷ്ണുവേട്ടൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. ശാരദാമ്മ ഞെട്ടിലോട് നെഞ്ചത്ത് കൈവെക്ക. ഈശ്വര എന്ന് നന്ദിയും പറയുന്നുണ്ട്. അങ്ങനെ ശാലിനി പറയും, പപ്പിയും സത്യയും വിഷ്ണുവേട്ടന്റെ മക്കളാണെന്നുള്ള സത്യം ഷാമിയുടെ ജീവിതത്തിന് വേണ്ടി സത്യങ്ങൾ മറച്ചു വെച്ചതാണെന്നും എല്ലാം പറയേണ്ടി വന്നു. എങ്കിലും പ്രശ്നമില്ലാത്തതുകൊണ്ട് ശാരദാമ്മയ്ക്ക് നല്ല ആശ്വാസം. എന്റെ ദേവി, നീ കാത്തു. വലിയൊരു ദുരന്ത ഇതറിയുമ്പോ ഉണ്ടാവാനാ ഞാൻ കരുതിയത്. അത് ഒരാൾക്കും ദോഷമില്ലാത്ത രീതിയിൽ നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തല്ലോ. ഓ ദേവി, 100 നന്ദി. വിഷ്ണു അപ്പോഴും അവിടെ മോളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തൊള്ളു തട്ടി കുഞ്ഞു മക്കളെ കയറിയുന്ന പോലെ ആ സത്യയെ പിടിക്കുന്നത്. ശാലിനി പറയും, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇനി എന്ത് വന്നാലും ഒന്നിച്ചു നിന്ന് തരണം ചെയ്യണം. ശാരദ പറയും, അതൊക്കെ സമാധാനമുള്ള കാര്യങ്ങളാ. എന്തായാലും സത്യമോൾക്ക് സന്തോഷമാവും, എനിക്കത് മതി. അങ്ങനെ വിഷ്ണു വീണ്ടും ഉച്ചത്തിലെ ശാരദാമ്മയോട് ഒക്കെ ആയിട്ട് പറയും, എന്റെ മോളാ എന്ന് പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിക്കണേ. സത്യ അപ്പൊ ഇങ്ങനെ വിഷ്ണുവിന്റെ തൊഴിലിങ്ങനെ തട്ടുന്നുണ്ട്. വിഷ്ണുവിനാണെങ്കിൽ കണ്ടിട്ടും മതിയാവുന്നില്ല. വാ എന്ന് പറഞ്ഞ് സത്യയെ അങ്ങ് എടുക്കും. ശാരദാമ്മേ, ഇന്നീ ലോകത്തെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഞാൻ തന്നെയാണെന്ന് എന്ന് പറഞ്ഞ് വീണ്ടും ഉമ്മ കൊടുക്കും. എന്നിട്ട് താഴെ നിർത്തുന്നത്. പിന്നെ ശാരദാമ്മേ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ സത്യങ്ങൾ അറിയാതെ ഞാൻ ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ശാരദാമ്മ അതൊന്നും സാരമില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ ചിരിച്ചോണ്ട് നിക്ക. എല്ലാത്തിനും മാപ്പ് എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ കാലിൽ തൊടുക. മോനെ വിഷ്ണു, എന്തേ കാണിക്കുന്നേ എന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിക്കും. ചില കാര്യങ്ങളെല്ലാം കേട്ടപ്പോ നിയന്ത്രണം വിട്ട് പറഞ്ഞതല്ല, എല്ലാം തെറ്റിദ്ധാരണകളാണെന്ന് മനസ്സിലാക്കിയപ്പോ ചങ്ക് തകർന്ന അവസ്ഥ തന്നെയാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. എനിക്കിപ്പോ കിട്ടിയ പുതിയ ജീവിതത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഈ കുടുംബത്തോട് തന്നെയാ എന്ന് പറഞ്ഞ് സത്യയെ ചേർത്ത് പിടിക്കും. മറക്കില്ല, എന്റെ ജീവിതത്തിൽ ഇത്രയും വിലപിടിപ്പുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാ എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോ ശാരദാമ്മ മോനേന്ന് വിളിച്ച് കൈ പിടിക്കുക. സത്യ എനിക്ക് ഒന്നും മനസ്സിലാവേണ്ട നിൽക്കുക. വിഷ്ണു വീണ്ടും സത്യമോളെ എടുക്കും. ഒരു ഉമ്മതാ എന്ന് പറയുമ്പോഴേക്കും ഒരു ഉമ്മ കൊടുക്കും. വൈകിയാണെങ്കിലും എങ്ങനെ ഇതിനൊക്കെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ശാരദാമ്മയും സന്തോഷം കൊണ്ട് കരയുന്നുണ്ട്. ശാലിനി, വിഷ്ണുട്ട അമ്മയുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാ. ആ ജീവിതം നമ്മളിനി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. വിഷ്ണുറേം അതിനെന്താ, അതിപ്പോ തന്നെ കാണിച്ചു കൊടുത്തൂടെ എന്ന് പറഞ്ഞ് സത്യ എടുത്ത് വട്ടം കറക്ക. സത്യ ഇങ്ങനെ ചിരിക്കും, ബിഗ് ഫ്രണ്ട് വേണ്ട, എനിക്ക് തല ചുറ്റും, ബിഗ് ഫ്രണ്ട് വേണ്ട. അപ്പൊ വിഷ്ണു പറയും, എങ്കിൽ പിന്നെ കുറച്ചുകൂടി ഉയർത്തിയിട്ടാവാം എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ഉയർത്തിപ്പിടിച്ച് വട്ടം കറക്ക. സത്യ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പൊട്ടിച്ചിരിക്കും. ശാലിനിയും ശാരദാമ്മയും ഇതൊക്കെ കണ്ടിച്ചിരിക്കുന്നുണ്ട് സന്തോഷത്തില്. ഒന്നും അറിയാതെ ഉള്ള സത്യയുടെ ചിരി കണ്ടില്ലേ? ഇനി എല്ലാം അറിയുമ്പോ ഈ ചിരിക്ക് ഭംഗി കൂടും. അതും എനിക്ക് ഉടനെ കാണാൻ പറ്റൂടി. ശാലിനി പറയും, അതിനെ ഇനി മുതൽ തയ്യാറെടുക്കണം അമ്മേ. തൽക്കാലം കുട്ടികളെ വിശ്വസിച്ചിരിക്കുന്നത് അതുപോലെ പോട്ടെ, പറയാനൊരു അവസരം വരും. അതുവരെ ഇതുപോലെ അങ്ങ് പോട്ടെ. ഇത്രയും കരഞ്ഞിത്തലിഞ്ഞില്ലേ, ഇനിയുള്ളതും ശരിയാവും. ശാരദാമ്മയും പറയും, ശരിയാവും, ശരിയാവും എന്ന് പറഞ്ഞു നോക്കുമ്പോ വിഷ്ണു ഇങ്ങനെ മോളെ എടുത്ത് കറക്കണേ. വിഷ്ണുവിന് മതിയാവുന്നില്ല.
വട്ടം കറങ്ങി രണ്ടുപേരും ചിരിച്ച് തളർന്നു പോകുന്നുണ്ട്. അങ്ങനെ മോളെ അവിടെ നിർത്തി വിഷ്ണു അവിടെ മണ്ണിൽ മുട്ടുകുത്തിയിരിക്കുക. എന്നിട്ട് ചേർത്ത് പിടിച്ച് എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ സന്തോഷം കൊണ്ട് ഒരു സ്വർഗം തീർക്കാണ് ഇപ്പോ. ശാരദാമ്മയും ശാലിനിയും അതിങ്ങനെ നോക്കി നിൽക്കും. സത്യാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാ വിഷ്ണു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മ ഭഗവാന്റെ മുന്നില് പ്രാർത്ഥനയോടെ നിൽക്കാണ്. സന്തോഷത്തിലാണ് ഇപ്പൊ പ്രാർത്ഥന. ദേവി, ഒടുവിൽ നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എന്റെ വിഷ്ണുമോൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു. സ്വന്തം രക്തത്തെ അവൻ ചേർത്ത് പിടിച്ചു. വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവുമെന്ന് കരുതിയതല്ല. അവിടുത്തെ കൃപ കൊണ്ട് ഒരു അബദ്ധം വരുത്താതെ സാധിച്ചു തന്നു. ദേവി, ഇനി ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. ഈ വിവരങ്ങൾ സത്യമായി അറിയുമ്പോ ഒരു വലിയ പ്രളയം തന്നെ ഉണ്ടായിരിക്കാം. അതെല്ലാം തരണം ചെയ്യാൻ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് ശരണം. ഒരുപാട് കണ്ണീര് കുടിച്ചവളാ എന്റെ ശാലിനി. ശാലിനിക്കൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവനാ വിഷ്ണുവും. ഇനി അവരുടെ ജീവിതത്തിൽ ഒരാളും ഒരു കരടായിട്ട് വരരുത്. ഇത് മനസ്സറിഞ്ഞിട്ടുള്ള പ്രാർത്ഥന മാത്രമല്ല, മനസ്സ് തകർന്ന ഒരമ്മയുടെ അപേക്ഷ കൂടിയാണ്. കൈവിടരുതേ. അച്ഛനും അമ്മയും മക്കളും അവരിന്ന് വരെ ഒന്നിച്ചങ്ങനെ ജീവിച്ചിട്ടില്ല. ദേവി, ഇനിയൊരു പരീക്ഷണം അവർക്ക് കൊടുക്കരുതേ. ഈ ഉള്ളവൾക്ക് തന്നോളൂ. ഈ ഉള്ളവളെ കഷ്ടപ്പെടുത്തിക്കോളൂ. എന്റെ മക്കളെ ഇനിയെങ്കിലും സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണം. സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ ഒരുപാട് പ്രയത്നിക്കുന്ന ആളല്ലേ അവിടുന്ന്. എന്നിട്ട് എന്തേ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും സ്നേഹം കാണുന്നില്ല? എന്റെ ദേവി, ഞാൻ ഒരിക്കൽ കൂടി യാചിക്കാണ്. ഇനി അവര് ജീവിക്കട്ടെ, സുഖമായി ജീവിക്കട്ടെ. എനിക്കത് കണ്ടാൽ മാത്രം മതി. രക്ഷിക്കണം ദേവി, എന്നെ എന്റെ കുട്ടികളെയും രക്ഷിക്കണേ എന്ന് പറഞ്ഞിങ്ങനെ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കാണ് ശാരദാമ്മ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് റവന്യൂ വകുപ്പിലെ കുറച്ച് ഉദ്യോഗസ്ഥർ ഒരു കാറിൽ വരികയാണ്. ഒരാള് ആ വീടും പരിസരവും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. വേറൊരാൾ അവിടെയൊക്കെ നിരീക്ഷിക്കാണ്. മറ്റൊരാളുടെ കയ്യിൽ എന്തോ പേപ്പർ ഉണ്ട്. വണ്ടിയുടെ ശബ്ദം കേട്ട് സത്യഭാമ അങ്ങോട്ട് വന്ന് നോക്കുക. ഇവരെ നോക്കുമ്പോ രണ്ടുപേരും ഫോട്ടോ എടുക്കുന്നൊക്കെ കാണുമ്പോ ഭാമയ്ക്കും ആരാ എന്താ മനസ്സിലായില്ല. ഞങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നാ. അങ്ങനെ അപ്പൊ തന്നെ ഭാമ ഒരു ഞെട്ടിലോടെ അങ്ങോട്ട് വരും. അപ്പോ കൂടെ ഉള്ളവര് ചുറ്റും, അതായത് ബാക്ക് ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഭാമ ഇവരൊക്കെ നോക്കിയിട്ടാ ഇയാളുടെ അടുത്തേക്ക് വരുന്നേ. അടുത്ത് വരുമ്പോ ഒരു ലെറ്റർ ഭാമയ്ക്ക് കൊടുക്കുക. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാഘവൻ നായരും പിള്ളച്ചേട്ടനും വരും. അങ്ങനെ ഭാമ അത് വായിച്ചു നോക്കുമ്പോ ഞെട്ടിപ്പോവാണ്. ഞെട്ടിലൂടെ ആ ഉദ്യോഗസ്ഥരെ നോക്കും. 15 ദിവസത്തിനുള്ളിൽ 15 കോടി രൂപ അടയ്ക്കണം. അത് കേൾക്കുമ്പോ അവര് ഞെട്ടും. അങ്ങനെ അയാൾ പറയും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജപ്തി നടപടികളിലേക്ക് പോകേണ്ടി വരും. ഇതോടെ കേൾക്കുമ്പോ ഭാമയും രാഘവേട്ടനും പിള്ളച്ചേട്ടനും ഞെട്ടിപ്പോവാ. ഭാമയ്ക്ക് 15 ദിവസത്തിനുള്ളിൽ 15 കോടിയോ? അയ്യോ, ഇത് ചതിയാ. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ തുക അടയ്ക്കാൻ പറ്റില്ല. അയാൾ പറയും, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഈ വീട് ജപ്തി ചെയ്യേണ്ടി വരും. ആരാ ഈ രോഹിത്? ഭാമ, രോഹിത്തിന്റെ മകന്. സത്യഭാമ, അത് ഞാനാ. ജപ്തി നടപടികളിലെ തടസ്സം വന്നാൽ കുടിശ്ശികക്കാരായ നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെച്ച് തുക ഈടാക്കാനും ഓർഡർ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണം അടയ്ക്കാൻ നോക്ക്. നോട്ടീസ് കൈപ്പറ്റിയ സ്ഥിതിക്ക് വീടും പുരയിടവും സർക്കാരിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് മരങ്ങൾ മുറിക്കുകയോ മറ്റൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രഥമ ദൃഷ്ടിയാൽ കാണുകയാണെങ്കിൽ നടപടി സ്വീകരിക്കും. ഭാമ ഇങ്ങനെ ഷോക്കായി നിൽക്കുക. രാഘവേട്ടൻ ഇതൊക്കെ കേട്ട് മാനസികമായി വല്ലാണ്ട് തളർന്നിട്ടുണ്ട്. അങ്ങനെ അതും പറഞ്ഞ നോട്ടീസും കൊടുത്ത് അവരവിടുന്ന് പോകും. ഭാമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രാഘവേട്ടനെ നോക്കുമ്പോ രാഘവേട്ടൻ സങ്കടത്തിലും ദേഷ്യത്തിലും ഇങ്ങനെ നോക്കുക. ഭാമ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് രാഘവേട്ടന്റെ അടുത്തേക്ക് ചെല്ലും. രാഘവേട്ടൻ ചോദിക്കും, എല്ലാം കൊണ്ടുപോയി കളഞ്ഞല്ലോ ഭാമയെ നീ. പ്രാവ് കൂട് കൂട്ടുന്നത് പോലെ നുള്ളി കൂട്ടി ഉണ്ടാക്കിയതെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ നീ? എന്തിനാ എന്നെ കൂടെ ബാക്കി വെച്ചേക്കുന്നേ? അങ്ങ് കൊന്നുകളാ രാഘവേട്ട എന്ന് ഭാമ വിളിക്കുമ്പോ രാഘവേട്ടൻ പറയും, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതെല്ലാം കൈവിട്ടു പോകുന്നത് കാണാൻ ഞാൻ ഈ ഭൂമിയിൽ വേണ്ട. എനിക്കത് കാണാനുള്ള ശക്തിയില്ല. ഒന്നെങ്കിൽ നീ എന്നെ കൊല്ലണം, ഇല്ലെങ്കിൽ ഇപ്പൊ ഈ നിമിഷം ഇതിനൊരു പരിഹാരം കാണണം. ഭാമയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ദാസിനൊന്ന് വിളിക്കട്ടെ? എല്ലാത്തിനും ധൈര്യം തന്നത് അയാളാണല്ലോ. എന്തെങ്കിലും ഒരു വഴി അയാൾ പറയാതിരിക്കില്ല. രാഘവേട്ടൻ പറയും, എന്നെ വിളിക്ക്. ഒട്ടും താമസിക്കില്ലേ ഭാമയെ. കേട്ടിട്ട് കാൽപാതടക്കം പുകയാണ്. എനിക്ക് തലചുറ്റലാണോ നെഞ്ചുവേദന എടുക്കാണോ? വല്ലാത്തൊരു പരിഭ്രമ. നിന്ന് നിൽപ്പിനെ മരിച്ചു പോണേന്ന് പ്രാർത്ഥിച്ചു പോവാ. അയ്യോ രാഘവേട്ടൻ എവിടെങ്കിലും ഒന്ന് ഇരിക്കേ. നീ എന്ത് ചെയ്യാ ഭാമയെ? ആരെയാന്ന് വെച്ചാ വിളിക്കേ. ദേ, നമ്മുടെ ഈ മണ്ണ് അതെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ആയ കാലത്ത് അധ്വാനിച്ചുണ്ടാക്കിയ മുതല 5ഉം 10ഉം ഒക്കെ കൂട്ടിവെച്ചുണ്ടാക്കിയതാ. വിളിക്കേ, ആരെയാന്ന് വെച്ചാ വിളിച്ചു പറ. ഇവിടെ നിന്ന് ഇറങ്ങാൻ മനസ്സില്ലെന്ന് പറ. നിർബന്ധം പിടിച്ചാൽ 2 മനുഷ്യക്കോലങ്ങളെ ഇതിന്റെ ഉത്തരത്തിൽ കിടന്ന് ആടുന്നു പറ നിന്റെ മന്ത്രിയോട്. വിളിക്കു ഭാമേ. ഇപ്പോഴാണ് ഭാമയുടെ മുഖത്തൊരു പേടിയുള്ളത്. ഭാമ ആ ലെറ്ററും കൊണ്ട് അകത്തേക്ക് പോവാ. അങ്ങനെ സത്യഭാമ മന്ത്രിയെ വിളിക്കണേ. എന്നാ കോള് കിട്ടുന്നില്ല. ഇനി അങ്ങനെ കോൾ എടുക്കാത്താണോന്ന് അറിയില്ല. എന്തായാലും ഭാമ ട്രൈ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്